ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ പൂമേനി തൊടുകയില്ല. പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ പൂമേനി തൊടുകയില്ല. അമ്പലപ്പൂ പോൽ വിശുദ്ധമാമധരം ചുംബിച്ചുലയ്ക്കുകില്ല, ഞാൻ ചുംബിച്ചുലയ്ക്കുകില്ല. ചൂടാത്ത കൃഷ്ണ തുളസിയല്ലേ നീ, വാടിയ നിർമാല്യം ഞാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ദുഃഖത്തിൻ നിഴലായി മാറിയ ഞാൻ നിന്റെ കൊട്ടാരം പരിചാരകൻ. ദുഃഖത്തിൻ നിഴലായി മാറിയ ഞാൻ നിന്റെ കൊട്ടാരം പരിചാരകൻ. കുങ്കുമക്കുറിയുടെ മാഹാത്മ്യം കാണാൻ തപസ്സു ചെയ്യും നിൻ സേവകൻ. തപസ്സു ചെയ്യും നിൻ സേവകൻ. പാടാത്ത ഭക്തി ഗീതമല്ലേ നീ, ഇടറിയ സ്വരധാര ഞാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. അശ്വിൻ, എന്തോ എന്റെ പാട്ട് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു സന്തോഷം. അല്ല, പാടാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം. പിന്നെ പ്രാക്ടീസ് ചെയ്ത പോലെ പാടാൻ പറ്റിയെന്നാണ് വിശ്വാസം. ചോദിച്ചു നോക്കാം അല്ലേ? ശരത് സാർ. മോനെ, എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. നല്ല സുഖമുണ്ടായിരുന്നു ഈ പാടുന്ന കേൾക്കാൻ. താങ്ക് യു. കാര്യം ഇത് ചില ഏരിയ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിൻ്റെ ആ ഒരു നമുക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു രസമായിട്ട് ഇത് ഈ തുടക്കവും പിന്നെ മാപ്പ് തരൂ അതൊക്കെ ഒന്ന് കുറച്ചും കൂടെ കൃത്യമാകാം. ആദ്യം പാടി പിന്നെ അതങ്ങ് സെറ്റായി കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെ ചക്കര പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടമായിടാ പാടിയത്. താങ്ക് യു സർ. ചേച്ചി. അശ്വിൻ മാം, സൂപ്പർ സെലക്ഷൻ ഡാ. താങ്ക് യു മാം. ഉഗ്രം പാട്ട് അസലായിട്ട് പാടുകയും ചെയ്തു. താങ്ക് യു മാം. എനിക്കിവിടെ എന്താ പറയാ, പടത്തിന്റെ പേര് അഭിമാനം അല്ലേ? ശരിക്കും അഭിമാനം തോന്നുന്നു.
ഇത്ര മനോഹരമായിട്ടാണ് പാടുന്നേ. സത്യം. അത് നന്നായി കേട്ടോ. കാരണം സർ എന്ത് ഇമ്പ്രൂവ്മെന്റ് ആണെന്നറിയോ, നല്ല പെർഫെക്ഷൻ വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് മഞ്ചിലിപ്പെട്ടി തുറക്കാതെ വയ്യ. പെർമിഷൻ. എനിക്ക് സത്യം പറഞ്ഞാല് ഭയങ്കര സന്തോഷം തോന്നുന്നത്. കാരണം അശ്വിൻ ഇതിന് മുന്നേ സർ നമ്മള് മറ്റേ ഡേഞ്ചർ സോണിൽ വന്നപ്പോ കൊറേ സംസാരിച്ചിരുന്നു. അതെ, വിഷമിച്ച് ആകെ തളർന്ന ഒരു കുട്ടിയാണ്. അതെ, അതിമനോഹരായിട്ട് പാടി. സൂപ്പർ. താങ്ക് യു ചേച്ചി. ഇല്ല ഇങ്ങനൊന്നും പറഞ്ഞാ പോരാ, എന്തെങ്കിലുമൊക്കെ ക്യാഷ് ആയിട്ടും കൂടെ കൊടു. അല്ല ക്യാഷിന്റെ ക്യാഷ് ആളാ അവിടെ ഇരിക്കുന്നത്. ആണോ? എന്റെ ബാങ്ക് സാറ് പറഞ്ഞ ഇന്ന് ക്യാഷും തുറക്കും. ഇല്ലല്ല, എന്റെ ബാങ്ക് കടത്തില്ല, പറ്റത്തില്ല. മറ്റേ വണ്ടിക്ക് വേണ്ടിട്ട് എന്തോ കടം MD സർ, നീ കൊടുക്കുന്ന ഇത് വണ്ടി ചെക്ക. മഞ്ചരിപ്പെട്ടി, അത് സംഗതിപ്പെട്ടി, സംഗതി ഇത് അവസരപ്പെട്ടി. അവസരപ്പെട്ടിയോ? അവസരം അല്ലണ്ണ, അവസര. അതായത് മഞ്ചരിപ്പെട്ടി ആര് നന്നായിട്ട് പാടി ജഡ്ജസ് ഇംപ്രസ് ആയ ഈ പെട്ടി തുറക്കും. മഞ്ചരിപ്പെട്ടി, ഇത് സംഗതിപ്പെട്ടി. സംഗതിപ്പെട്ടിയിൽ നിറയെ പണമാണ്. പൈസ ആണ്. ഇത് അവസരപ്പെട്ടി. ഇത് അവസരപ്പെട്ടി, ഇത് വെറും പെട്ടി. സാറിന്റെ പെട്ടി വരും, അതൊരു വലിയ സർപ്രൈസ് ആണ്. സാറാണ് പാട്ട് പെട്ടി. പാട്ട് പെട്ടിയെന്നോ? പാട്ട് പെട്ടി. പക്ഷെ MD സർ, നമ്മളെല്ലാരും വെയിറ്റ് ചെയ്യുന്ന ഈ 3 പെട്ടികൾ ഒരുമിച്ച് തുറക്കാൻ പോകുന്ന ഒരു ദിവസത്തിനാണ്. സാറിന്റെ പെട്ടിയും കൂടെ വരുമ്പോ 4 പെട്ടി. ഇല്ല, എനിക്ക് പെട്ടി വേണ്ട സാർ, അങ്ങനെ പറയല്ലേ. എനിക്ക് പെട്ടി വേണ്ട. ഞാൻ എന്റേതായിട്ടൊരു പെട്ടി ഞാൻ കൊണ്ടുവരും. അതാണ് അവിടെ തന്നെ വെച്ചാൽ അതിലെ ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടുന്ന് പെട്ടി വേണ്ട. വേണ്ട, ഞാനിവിടെ എന്റെ സ്വന്തം പെട്ടി വരും. എന്റെ സ്വന്തം പെട്ടിക്കകത്ത് നിറയെ പണം കൊണ്ട് നിറയ്ക്കും. ഓക്കെ, തന്നെ അത് എടുത്തോണ്ട് പോകും. സത്യം വിളിച്ച് പറയല്ലേ സർ. ഈ ഒരു സന്തോഷത്തിലെ ഞാന് ഇപ്പൊ മോൻ പാടിയ വരികൾ അനുസരിച്ച് മാപ്പ് തരൂന്നാണ് ചോദിച്ചത്. അപ്പൊ ശരിക്കും സത്യത്തിൽ ഒരു പെൺകുട്ടി ഇത് കേട്ടിട്ട് അത്ര മനോഹരമായിട്ട് പാടി മാപ്പ് തരൂ, ഞാൻ എല്ലാ കുറ്റവും സമ്മതിക്കാം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പാട്ടിന് ഒരു ഉത്തരം വന്നേനെ. ആ ഉത്തരം ഞാൻ പാടിത്തരാം. അതേ സ്കെയിൽ എന്നാ മതി. ഈ പാട്ട് തന്നെയാണോ? അല്ലല്ല, ആ പാട്ടിന്റെ ഒരു വരി പാട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना. हमें तुमसे प्यार कितना ये हम नहीं जानते, मगर जी नहीं सकते तुम्हारे बिना. हमें तुमसे प्यार कितना. ഇത് ആര് പാടിയാന്ന് പറയാവോ ഈ പാട്ട്? പർവീൻ സുൽത്താൻ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, ചോദിക്കാം. MD സർ, ഒന്നും പറയാനില്ല മോനെ, അതിമനോഹരമായിട്ട് പാടും. കാരണം ഈ സാധാരണ പാട്ടുകാർ പല രീതിയിൽ പാടും. പക്ഷെ മോനെന്ന് പാടിയ കൺട്രോൾഡ് സിംഗിങ് ആണ്. അതായത് അതിനകത്ത് ഒരു സ്ഥലത്തും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം, ആ പൂമേനി തൊടുകയില്ല എന്നൊക്കെ പറഞ്ഞ് അതിമനോഹരമായിരുന്നു. പിന്നെ ആകെപ്പാടം മാപ്പ് തരൂ എന്ന് പറഞ്ഞ് പല്ലവി വന്ന ഒരു പോർഷനാണ്, ഒരു ശകലം അത് കണ്ണു വെക്കാതെ പോട്ടെ അല്ലേ, കണ്ണു കിട്ടത്തില്ല. അത് അങ്ങനെ പാടിയോണ്ട് കണ്ണു കിട്ടാതെ പോയി. മനോഹരമായിരുന്നു കേട്ടോ. കാരണം പല പോർഷൻസും അത് ചരണത്തിലൊക്കെ ഉണ്ടല്ലോ, ഒന്നും ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. കാരണം ഞാൻ ഐ വാസ് എൻജോയിങ് ലൈക്ക് എനിത്തിങ്. A.T. ഉമർ സാറാണ് ഈ പെട്ടെന്ന് ഓർമ്മ വന്നേ. കുപ്പിവള എന്ന് പറഞ്ഞ പഴയ പടമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ ട്രാക്ക് പാടാൻ വേണ്ടി ഈ തരങ്ങളിയിൽ എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് പാട്ട് അത്രയ്ക്ക് ഓർമ്മയില്ല, പക്ഷെ അവസാനം അതിൻ്റെ ഒരു ജതിയുണ്ട്, അത് ഭയങ്കര പ്രയാസമായിരുന്നു പാടാൻ. അത് വൈത്താരിയാണ്. അപ്പൊ രണ്ടുപേരാണ് പാടുന്നത്. അന്ന് എൻ്റെ കൂടെ പാടിയത് എനിക്ക് തോന്നുന്നു മോഹൻ ചേട്ടനാണോ കടക്കാവൂർ മോഹൻ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന തോന്നുന്നു, പരമാനന്ദൻ ചേട്ടനാണോ ആരാണെന്ന് അറിഞ്ഞൂടാ, കൂടെ ഞാനും. അപ്പൊ എനിക്ക് കിട്ടിയ പോർഷൻ
ആലങ്ങാട്ടെ പാലത്തിങ്കൽ 60 ചെറുപയർ എണ്ണിയെടുത്ത് വറുത്തു പൊടിച്ച് പൊടിക്കറി വെച്ച് അല്ലിക്കല്ലും കൂട്ടിയടിച്ച് കടുകടതാളം പാട്ടും തെറ്റാതെ ആടിപ്പാടിച്ചോടുകൾ വെച്ച് കളിച്ചു മതിച്ച് കുതിച്ചു വരുമ്പോൾ ഇതാണ് ഒരു പോർഷൻ. അത് ഞാൻ അപ്പുറത്തോട്ട് മാറിയിരുന്ന് പ്രാക്ടീസ് ചെയ്യാം. കാരണം ടേക്ക് ഒന്നല്ലേ ഉള്ളൂ. ഞാൻ തെറ്റിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേക്കാവും. അപ്പൊ ഈ ഓർക്കസ്ട്രക്കാർ എന്നെ ചീത്ത വിളിക്കും. അത് കാരണം അതുകൊണ്ടാണ് ഇത്രയും നാള് കഴിഞ്ഞിട്ട് എന്റെ മണ്ടയിൽ നിൽക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം മറന്നു. അതുപോലെ പഠിച്ചു. എന്തായാലും മോൻ സ്പ്രിഞ്ചി. സ്പ്രിഞ്ചി നീ വെച്ച് കാലക്കി മെടുക്കൻ. അശ്വിനെ സാർ. അടിപൊളിയായിരുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഷോയുടെ മാറ്റ് കൂട്ടുന്നത്. അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള സിംഗേഴ്സ് ഒരു റിയാലിറ്റി ഷോയിൽ വരുമ്പോഴാണ് ഈ ഷോയുടെ ക്വാളിറ്റി തന്നെ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അശ്വിൻ അടിപൊളിയായിട്ട് പാടി. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു കൺഫെഷൻ സോങ് ആണ്. ഇപ്പൊ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാന്ന് പറയുമ്പോൾ അതൊരു കൺഫെഷനാണ്. അപ്പൊ അതിന് കൊടുക്കേണ്ട ഒരു ഫീൽ ഉണ്ട്. അത് അശ്വിൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഫീലായിരുന്നു. അത് ശരിക്കും നമ്മളോട് ഒരാൾ കൺഫെസ് ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനത്തെ ഒരു ഫീലൊക്കെ വന്നു. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഭയങ്കര എഫേർട്ട്ലെസ് ആണ് അശ്വിന്റെ സിംഗിങ് എന്ന് പറയുന്നത്. പ്ലാൻസ് ആണെങ്കിലും എനിക്കൊരു പൊടിക്ക് റഷ് ഫീൽ ചെയ്തു, പക്ഷെ ദാറ്റ്സ് ഓക്കെ. പക്ഷെ ആ പ്ലാൻസ് ഒക്കെ ഭയങ്കര ക്ലാരിറ്റിയിൽ വീഴുന്നുണ്ട്. അതിന്റെ കൃത്യമായ ഗ്രിഡിൽ ലോക്കിൽ വീഴുന്നുണ്ട് അശ്വിൻ്റെ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഭയങ്കര രസമുള്ളൊരു ഏറ്റുമർ സാറിൻ്റെ ആ ഒരു കമ്പോസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു ഭയങ്കര ഡെപ്തുള്ളൊരു വളരെ സിമ്പിളാണ്. അങ്ങനെ അങ്ങ് പോവും, പക്ഷെ ഇങ്ങ് ഉള്ളിലേക്കാണ് കയറുന്നത്. അത് ജീനിയസാണ്. ആ സമയത്ത് ജീവിച്ച മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ജീനിയസുകളാണ് എല്ലാവരും. അപ്പോൾ അത് എന്തായാലും അശ്വിൻ കാലയ്ക്ക് പാടിയിട്ടുണ്ട്. അശ്വിനെ കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഓക്കെ ചേച്ചി. അശ്വിൻ ഈ പെർഫോമൻസിന് 9.6. താങ്ക് യു ചേച്ചി. ശരത് സർ. മോനെ ചക്കരെ സാർ. എനിക്ക് നീ ആ രണ്ട് ആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമന എന്നുള്ളത് കൺഫ്യൂഷൻ ഇല്ല എന്ന് പാടിത്ത. എന്നാ ഞാൻ എന്റെ മാർക്ക് പറയാം. ആ മാപ്പും സ്പ്രിഞ്ചിക്കോ ഇതിന് ഞാൻ മാർക്ക് നിന്റെ നിർണ്ണയിക്കും. ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ അത് കുറച്ചും കൂടെ റിട്ടാർഡ് ചെയ്ത് പാടാം. അത് കുഴപ്പമില്ല. പക്ഷെ നോട്ട്സ് ഒക്കെ ഉണ്ട്. മാപ്പ് ലക്ഷ്മി മാപ്പ് ആ മാപ്പിന് കുറച്ചും കൂടെ മാപ്പു തരൂ. അത് കുറച്ചും കൂടെ വികാരം അത്രേ ഉള്ളൂ. പക്ഷെ അത് നിനക്കൊരു കണ്ണ് കിട്ടാതിരിക്കാൻ പറഞ്ഞതാ കേട്ടോ. ഓക്കെ. ഇനി മാർക്ക് പറയാം അല്ലേ? 9.4 മാർക്സ്. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ. എം ജി സർ. ഞാൻ അങ്ങ് സ്പ്രിഞ്ച് 9.7. ഹൈയസ്റ്റ് അല്ലേ? ടോട്ടൽ 28.7. മിഠായി മൊത്തം ഇരിക്കുന്നോണ്ട് ശരിക്കും അങ്ങോട്ട്. അതെ, ഇനി അടുത്ത പാട്ടും സ്പ്രിഞ്ചണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്തതായി നമ്മള് പാത്തോസ് റൗണ്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, പാടാൻ വരുന്നു ശിവാനി. ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. ഊരിരുൾ കാവിന്റെ
പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. ദൂരെ നിന്നു പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിലാരും തുടച്ചില്ല. ദൂരെ നിന്നു പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിലാരും തുടച്ചില്ല. ചന്ദന പൊൻചിതയിൽ എന്റെ അച്ഛനെരിയുമ്പോ മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്ന അമ്പലപ്രാവുകളോ, അമ്പലപ്രാവുകളോ. ഇന്നലെ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. ൂരിരുൾ കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു, കുഞ്ഞി കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു, കുഞ്ഞി കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ജീവിത പാതകളിൽ ഇനി എന്നിനി കാണുന്ന മറ്റൊരു ജന്മം കൂടി ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ, പുണ്യം പുലർന്നിടുമോ. ഇന്നലെ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. ൂരിരുൾ കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. ശിവാനി ചേച്ചി, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട്, ഇഷ്ടമുള്ള ഒരു സിനിമ, നമ്മുടെ ലാലേട്ടൻ അതുപോലെ തകർത്ത് അഭിനയിച്ചൊരു സിനിമ അല്ലേ. എന്താ പാടിയപ്പാ? ഭയങ്കര ഫീൽ ചെയ്തല്ലേ പാടിയേ? അതെങ്ങനെയായിട്ടറിയുന്നുണ്ട്. എന്തുപറ്റി? അല്ല, അവളത് ഭയങ്കര ഫീൽ ചെയ്ത ആ പാട്ട് പാടിയത്. ഇല്ല, എല്ലാ പാട്ടുകളും അങ്ങനെയാണ് പാടേണ്ടത് എന്ന് പറഞ്ഞാൽ അതിനുശേഷം പൊട്ടിക്കറിയാന്നല്ല അർത്ഥം. കാര്യം ഒരു പാട്ടുകാരൻ ഫീൽ ചെയ്ത് പാടിയാൽ അത് കേൾവിക്കാരന് കുറച്ചെങ്കിലും അകത്തേക്ക് പോകത്തുള്ളൂ. സത്യമാണ്, നല്ലതാണത്. അതിന് കരയല്ലേ, അതെ, ഒരു നല്ല ക്വാളിറ്റിയാണത്. ഒരു റൗണ്ട് കൂടെ ഇല്ലേ? ദയവേത് കരഞ്ഞ് അത് കൊളാക്കല്ലേ. നന്നായിട്ട് പാടി, പിന്നെന്തിനാ ഈ കരയുന്നേ? ഓക്കെ, ചോദിക്കാം നമുക്ക്. എന്താ പറ്റിയേ? ഓക്കെ, എന്താ പറ്റിയേ ചോദിക്കാം. ചേച്ചി ശിവാനി ചേച്ചി, എന്താ പറയാ ഈ പാട്ടിനെ പറ്റി? ഇതൊരു മാജിക് ആണ് ഈ പാട്ട്. പിന്നെ വരികളായാലും മ്യൂസിക് ആയാലും പാടിയ ശബ്ദമായാലും ഒരു വേദനയും ഇല്ലാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും
നമ്മൾ പലതും ആലോചിച്ച് നമ്മളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊഴിഞ്ഞിരിക്കും. അത് ആ മനസ്സിലൊരു സത്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കരഞ്ഞിരിക്കും എന്നുള്ളതാണ്. അത് ഈ പാട്ട് ഞാൻ പല വേദികളിലും എം ജയചന്ദ്രൻ സാറിൻ്റെ കോമ്പസിഷനാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേദികളിൽ പലവരും പാടുന്ന കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൂട്ട് തുടങ്ങുന്ന സമയം മുതൽ എനിക്ക് കണ്ണുനീരേ വരുള്ളൂ. കാരണം അതെന്താന്ന് അതിൻ്റെ ഇപ്പം മോള് എന്തെങ്കിലും റീസൺ ഉള്ളതുകൊണ്ട് കരഞ്ഞാണോ? എല്ലാവർക്കും ഈ പാട്ട് പാടുമ്പോൾ പാരൻസിനെ കണക്ട് ചെയ്യും. അതെ. മോളുടെ മനസ്സിൽ ആരാ വന്നത്? ആരെയാണ് ഓർത്തത്? എൻ്റെ ഫ്രണ്ട്. ആഹാ. കുട്ടിക്കാലത്തുള്ള സുഹൃത്താണോ? ഡിഗ്രി പഠിക്കുമ്പം കൂടെ ഉണ്ടായിരുന്നതാണ്. ആ, എന്തു പറ്റി? ഇപ്പൊ എവിടെയാ? മരിച്ചുപോയി. ക്യാൻസർ ആയിരുന്നു. ഓക്കെ ഓക്കെ. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ആക്ച്വലി. ഞാൻ സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിലാണ് പഠിച്ചത് ഡിഗ്രി. അപ്പൊ അവിടെ വളരെ വെല്ലുണ്ടാവുന്ന അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അതിലൊരാളാണ് ഈ കുട്ടി. ആദർശ് എന്നാണ് പേര്. അപ്പം ഒരിക്കൽ നമ്മൾ ഈ സ്കൂളിൽ എന്തോ ഒരു ഓണം ഫെസ്റ്റിവലോ എന്തോ ആഘോഷിക്കുന്നതിനിടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, എടി നീ കാലം നോക്കിക്കേ, കാലിലൊരു മുഴ പോലെ ഉണ്ടായിരുന്നു, അപ്പം ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു. നമ്മൾ ടെൻഷനായിട്ട് കാണിച്ചെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, തമാശക്ക് ഞാൻ പറഞ്ഞു, എടാ വല്ല ക്യാൻസർ ആയിരിക്കും കേട്ടോ, പോയി കാണിച്ചു നോക്കുന്നു പറഞ്ഞ് തമാശക്ക് പറഞ്ഞതായിരുന്നു. അപ്പൊ അവനത് പിന്നെ പെയിനായെന്ന് തോന്നുന്നു. അപ്പൊ പോയി കാണിച്ചു. ബയോപ്സിക്ക് കൊടുത്തപ്പോഴാണ് റിസൾട്ട് പോസിറ്റീവാന്ന് അറിയുന്നത്. അപ്പൊ അങ്ങനെ കുറെ നാള് ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. ഒരു റിക്കവറി സ്റ്റേജിലായി എന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. അവൻ എങ്ങനെ കീമോ ഒക്കെ കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏടിയും എനിക്ക് മീശയും താടിയൊക്കെ തിരിച്ചു വന്നു. ആദ്യം പോയ സമയത്ത് വിളിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ കണ്ടിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, പേടിയാവുന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുടിയല്ലേ, തിരിച്ചു വരും, നീ ഓക്കെ ആവും. അപ്പൊ മുടിയൊക്കെ വന്നു തുടങ്ങിയപ്പോ എന്നെ വിളിച്ച്, കണ്ടോ എനിക്ക് മുടിയൊക്കെ വന്നു, അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാം ഓക്കെ ആവും, നീ ഓക്കെ ആയിട്ടിരിക്കുന്നു പറഞ്ഞു. ഇപ്പൊ ലൈഫില് ഞാൻ പെട്ടെന്ന് എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു ആദ്യം. പിന്നെ കുറെ ബാക്ക് സ്റ്റാബിങ് ഒക്കെ കിട്ടിയപ്പോൾ അതങ്ങ് നിന്നു. ആ സമയത്തൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ ഒരു ഫ്രണ്ട്. അപ്പൊ ഇവൻ പറയുമായിരുന്നു, നിന്നെ മനുഷ്യര് ചതിച്ചാലും ദൈവം ചതിക്കത്തില്ല, നിനക്കുള്ളൊരു വേദി ഉണ്ടാവും. പക്ഷെ ഞാൻ അവിടെ നിൽക്കുമ്പോ അവ കാണാനില്ല. അതൊക്കെ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. അവൻ ചടങ്ങിന് പോലും ഞാൻ പോയിട്ടില്ല, എനിക്ക് കാണാനുള്ളത്. പെട്ടെന്ന് എനിക്ക് ഈ ഡെത്ത് അതൊക്കെ പറയുമ്പോൾ ആദ്യം കണക്റ്റ് ആവുന്നത് ഈ കാര്യമാണ്. കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, നല്ല സിംഗറാണ്, നല്ല സോൾഫുൾ സിംഗിങ് ആണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഇതൊക്കെ മാറിയിട്ട് വേണം, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എനിക്ക് ജീവിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഇതാ കേൾക്കുന്നത്, ഈ ന്യൂസാ കേൾക്കണം. ആ സമയത്ത് എനിക്കിവിടെ ഷൂട്ടുമാണ്, എനിക്ക് പോവാനും പറ്റില്ല, പോവാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പെർഫോമൻസ് അവനെ ഡെഡിക്കേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് അങ്ങനെ ഒരു ഡെഡിക്കേഷൻ ആണോ മോളോ? അതെ, ഡെഡിക്കേഷൻ. അതും വളരെ മനോഹരമായ ഒരു പാട്ടാണ് മോള് പാടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പാട്ടിനകത്ത് ഒരുപാട് വേദനകളുണ്ട്. ഏതൊരു മനുഷ്യനും എപ്പോഴും നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, മോള് പറഞ്ഞ പോലെ മോളുടെ സുഹൃത്ത്. അപ്പം അങ്ങനത്തെ ആ ഒരു സ്നേഹബന്ധം അത് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നഷ്ടപ്പെടും എന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ പാട്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് കരഞ്ഞു പോവും. അത്
ശരിക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ എത്ര നന്ദി പറഞ്ഞാലും ഇതിന്റെ ക്രിയേറ്റേഴ്സിന് നന്ദി പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം മാജിക് ആണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഗിരീഷ് ചേട്ടനും എം ജയചന്ദ്രൻ സാറും കുട്ടൻ ചേട്ടനും വണ്ടർഫുൾ കോമ്പോസിഷനാണ്. കാരണം എനിക്കും മോളെ ഇതേപോലെ തന്നെ എപ്പോൾ ഈ പാട്ട് കേട്ടാലും എൻ്റെ കണ്ണ് നിറയും. എനിക്ക് അതിനുശേഷം പിന്നെ പാടാൻ പറ്റില്ല. അത്രയും എനിക്ക് വിഷമാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ. നമ്മൾ പലതും റിലേറ്റ് ചെയ്യും, പലതും നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ അത്ര മനോഹരമായിട്ട് നമ്മുടെ ഓർക്കസ്ട്ര ലൈവായിട്ട് എന്ത് ഭംഗിയായിട്ടാണ് നിങ്ങൾ വായിച്ചത്. ഫാന്റാസ്റ്റിക് ആയിരുന്നു അത്. ഈ പാട്ട് അറിഞ്ഞു പാടുന്ന വ്യക്തികൾക്ക് എന്തായാലും ഈ ഒരു കരച്ചിൽ വരും. മോളത് ഒരുപാട് ആസ്വദിച്ച് ഉള്ളറിഞ്ഞ് പാടി എന്നുള്ളത് കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം മോൾ ഓരോ സ്ഥലത്തും ചില സ്ഥലത്ത് ഒരു തേങ്ങൽ വരുന്നുണ്ട്, ഒരു ഉള്ളിൽ ഒരു വിങ്ങലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും മോള് പാടുമ്പോൾ. ഇത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പാടുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്നാലും എന്താ പറയുക, നഷ്ടം തന്നെയാണ്. മോൾക്ക് അത്രയും നല്ലൊരു സുഹൃത്ത്, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ വേദന എന്താണെന്നുള്ളത് മോളിപ്പോൾ പാടി ഞങ്ങളെ അറിയിച്ചു. ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിലും എല്ലാവരും വീട്ടുകാർ സപ്പോർട്ടിലാണ്. വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ പാരൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്. ഇപ്പം എൻ്റെ ആണെങ്കിലും ബിഗിനിങ് ടൈമിലൊക്കെ എൻ്റെ പാരൻസ് തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവൻ സ്വന്തമായിട്ട് ഓട്ടോ ഓടിച്ച് ആ വരുമാനത്തിലാണ് ഫാമിലി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ക്ലാസ്സിനും വരാൻ പറ്റില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മറ്റേ ഡെയിലി കോളേജിൽ പോകുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. എന്തില്ലെങ്കിലും വെറുതെ എങ്കിലും പോകും അങ്ങനെ. അപ്പൊ എല്ലാ നോട്ട്സും റെക്കോർഡ്സും ഒക്കെ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇവന് ഞാൻ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ അയച്ചു കൊടുക്കും. എന്തെങ്കിലും നീ ഡ്രൈവ് ചെയ്യുമ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നീ കേട്ടോ. പക്ഷെ അവൻ എക്സാമിന് വരുമ്പം പാസ്സാവാനുള്ളത് ആ റഷ്യനിടയിലാണ് പഠിച്ചിട്ട് വരും. അത്രയും ആ ഒരു റഷ്യനിടയിലാണെങ്കിൽ അവന് പഠിക്കണം. പാട്ടിന് അത്രയും ഇഷ്ടമായിരുന്നു. എനിക്ക് ഈ കാര്യം അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളാണ് ഇങ്ങനെ ഉള്ളിൽ നിന്നോണ്ടിരുന്നത്. ലാസ്റ്റായിട്ട് പറഞ്ഞത് എനിക്ക് ജീവിക്കണം, ഫാമിലി നോക്കണം, മ്യൂസിക് കരിയർ ബിൽഡ് ചെയ്യണം. ഇതെല്ലാം കേട്ട് ഞാൻ ആ ഒരു ആഴ്ച മൊത്തം ഞാനിങ്ങനെ അതിലിങ്ങനെ നിൽക്കുമായിരുന്നു. സ്റ്റിൽ ഞാൻ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. അവൻ ഇല്ല എന്നുള്ളൊരു റിയാലിറ്റി. അത് ആ ഒരു കണക്ഷൻ അല്ലേ മോളു? ഹി മസ്റ്റ് ബി ലിസണിങ് ഫ്രം സംവെയർ. എവിടെന്നെങ്കിലും ഈ ഒരു പാട്ട് കേൾക്കുന്നുണ്ടാവും. അതാണ് ഇന്ന് മോൾക്ക് ഈ ഒരു വേദിയിൽ വെച്ച് ആദർശിനെ പറ്റി പറയാൻ തോന്നിയതും ആദർശിൻ്റെ കഥ ഇവിടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചതും എല്ലാം ആദർശ് കേൾക്കുന്നുണ്ടാവും. ആ മനസ്സ് സന്തോഷിക്കുന്നുണ്ടാവും മോൾക്ക് വേണ്ടി. മോളെ ഒരുപാട് ഇഷ്ടമുള്ള സുഹൃത്തല്ലേ. ഇപ്പം മോളുടെ പാട്ട് നന്നാവാനും മോളുടെ സക്സസ് കാണാനും ആദർശ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം എന്തുകൊണ്ടും നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ മുമ്പിൽ ഒരു വലിയൊരു കൈയടി, ഒരു പ്രണാമം. ഗോഡ് ബ്ലെസ് യു മോളെ. മോളുടെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ട് മാത്രമാണ് മോളുടെ കണ്ണിന്ന് ഇങ്ങനെ ആ സുഹൃത്തിനെ പറ്റി ഓർത്ത് കണ്ണുനീര് പൊഴിയുന്നത്. ഓക്കെ, സംഗീതം കൂടെ തന്നെ നിർത്തുക. ആ ഫ്രണ്ട് സംഗീതമാണെന്ന് വിചാരിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. മറ്റൊന്നും പറയാനില്ല. നൈസ് സോങ്, നന്നായി പാടി. താങ്ക് യു ചേച്ചി. ശരത് സാർ. ശിവാനി, അതൊക്കെ പോട്ടെ. ഇതിങ്ങനെ എന്താ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളെ വിട്ട് പലരും പോകൂടാ. അതാണൊരു റിയാലിറ്റി. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല. അവർ നമ്മളെ ഒന്നും വിട്ട് എങ്ങും പോകത്തില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ നമ്മളൊപ്പം തന്നെ കാണും. കാരണം നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകളാണ്. അവിടെ മനസ്സിലാവും. അവിടെ എല്ലാം നന്മയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉഗ്രം പാട്ട്. ഇതാരാ പാടിയത്? ദാസാർ പാടിയിട്ടുണ്ട്. ചിത്ര ഈ ദാസേട്ടൻ ഒരു ലൈവ് ഷോ പാടുന്ന കേട്ടിട്ട് എനിക്ക് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായി. ദാസേട്ടൻ ഞാൻ പോയി കെട്ടിപ്പിടിച്ചത്. ദാസേട്ടൻ ഇപ്പോഴും അറിഞ്ഞൂടെ എന്തിനാണ് ഞാൻ പോയി കെട്ടിപ്പിടിച്ചത്. എനിക്ക് വല്ലാത്തൊരു മോനെ ഒക്കെ വിളിക്കുന്നു. എനിക്ക് ദാസേട്ടനെ വിടാനും പറ്റുന്നില്ല. അത്രയ്ക്ക് ഇമോഷണലായി. അപ്പം എന്തൊക്കെയാലും ഈ ഒരു നല്ല സൃഷ്ടി നമുക്ക് തന്ന എം ജയചന്ദ്രനും അതുപോലെ നമ്മുടെ അണ്ണാച്ചിക്കും അതുപോലെ അത് പാടിത്തന്ന ആ മഹാനായ മനുഷ്യനും ഞങ്ങളുടെ പ്രണാംസ്. വേറൊന്നുമില്ല. താങ്ക് യു സോ മച്ച്. ശിവാനി സർ, കാമായോ കൂളായോ? ഓക്കെ. ശിവാനി, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം നമ്മളിപ്പോൾ ആരെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ ദേ ആർ ഗോയിങ് ടു എ ബെറ്റർ പ്ലേസ്. കഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ദൈവം പെട്ടെന്ന് കൊണ്ടുപോകുന്നതായിരിക്കാം, പെട്ടെന്നൊന്നായിരിക്കില്ല, കൊണ്ടുപോകുന്നതായിരിക്കാം. അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവരെ സമാധാനിപ്പിക്കാനാണെങ്കിൽ നമ്മൾ പറയുന്നത് ദേ ആർ ഗോയിങ് ടു എ ബെറ്റർ പ്ലേസ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആലോചിച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് കാരണം അവരും ആഗ്രഹിക്കുന്ന അതായിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു കേട്ടോ. വിഷമിക്കാതിരിക്കുക.
യു ബി ഹാപ്പി ഫോർ ആദർശ്, യു തിങ്ക് ഗുഡ് അബൌട്ട് ആദർശ്. അപ്പം തന്നെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് സംഭവം ആ ഒരു ഇതുണ്ടാവും. അങ്ങനെ വിഷമിക്കണ്ട. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഈ പാട്ട് പാടുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ കണക്റ്റഡ് ആവും. ബട്ട് തിങ്ക് ഓൺലി പോസിറ്റീവ് തിങ്സ് കേട്ടോ. പാട്ട് ഉഗ്രൻ സോങ് സെലക്ഷൻ. ഈ പറഞ്ഞ പോലെ എനിക്ക് മോളുടെ സിംഗിങ്ങിൽ ആകെ ഫീൽ ചെയ്തത് ഹൈസ് പോകുമ്പോൾ ചെറിയൊരു സ്ട്രെയിൻ. തൽക്കാലം അത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഉഗ്രൻ സോങ് സെലക്ഷൻ, വെരി നൈസ് സിംഗിങ് ഓൾസോ. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് ശിവാനി. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. MG സർ. ശിവാനി, സർ. മോൾ ആ തുടക്കത്തിലൊക്കെ നന്നായിട്ട് പാടിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല. ആ ലൈൻ തൊട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തത്. കാരണം അപ്പോഴാണ് മോടെ മനസ്സിൽ ആദർശിന്റെ കാര്യം മനസ്സിൽ വന്നത്. എത്ര വർഷമായി? 3 വർഷം ഞങ്ങൾ ഡിഗ്രിക്ക് ഒരുമിച്ചായിരുന്നു. മരിച്ചിട്ട് മാസങ്ങളാവുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ വെച്ചാണ് അറിയുന്നത്. അതാണ് ഇതിന്റെ കാര്യം. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ എല്ലാം എൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞാൽ അച്ഛൻ, പിന്നെ എൻ്റെ ചേട്ടൻ. ഇവരെ 3 പേരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നുള്ളൂ. ഇവർ 3 പേരും ഇല്ല. അപ്പം ഞാൻ എപ്പോഴും അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം വരും. പക്ഷേ ആ സമയത്തായിരുന്നു, അമ്മ വിട്ടുപോയ സമയത്ത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കാലം ഇതെല്ലാം മായ്ക്കും. അതാണ് എൻ്റെ സത്യം. മോള് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പം പിന്നെ ഇത് ഓർമ്മകൾ മാത്രമായിട്ട് മാറും. ഇപ്പം മോടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസമേ ആയുള്ളൂ. അപ്പം ആ ശബ്ദം തന്നെ കാതിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കും. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പം പാടാൻ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് കാലം മായ്ക്കാത്തതായിട്ടുള്ള ഒരു കാര്യവും ഈ ഭൂമിയിലില്ല. ഇന്ന് മോളിവിടെ നിൽക്കുന്നതും മോള് പാടുന്നതും ഒക്കെ ഒരു പക്ഷേ ആദർശിൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരിക്കും. മോൾ ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്തതും ആദർശിനാണ്. അപ്പം ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാലം മോടെ മനസ്സിലുണ്ടാക്കി വെച്ച മുറിവുകൾ ഉണക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. എന്തായാലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ആത്മാവിന് നിത്യശാന്തി നേരാം. നന്നായിട്ട് പാടാൻ ശ്രമിക്കൂ. അടുത്ത പാട്ട്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, മാക്സി വയ്ക്കാം. ചേച്ചി. ശിവാനി മോളോ, ചേച്ചി നന്നായി പാടി. താങ്ക് യു. ഈ ഒരു പെർഫോമൻസിന് 8.9. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ശരത് സർ. 8.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ശിവാനി. സർ. ഓക്കെ. MG സർ. 8.6. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 26.3. താങ്ക് യു ചേച്ചി. MG സർ, ഇപ്പൊ നമ്മളെ ലാലേട്ടന്റെ തന്നെ പടത്തിൽ ഒരുപാട് പാട്ടുകൾ നമ്മുടെ കുട്ടികളിവിടെ പാടി. സാറ് വന്നിട്ടും കുറച്ച് പാട്ടുകൾ പാടി. അപ്പൊ നമ്മുടെ ലാലേട്ടന്റെ സാർ കൊടുക്കുന്ന എക്സ്പ്രഷൻസിനെ കുറിച്ചൊക്കെ ഷാനിക്ക് ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ലാലേട്ടനും സാറും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിനെ കുറിച്ച് അറിയണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞ നമ്മളുടെ എല്ലാം ഇന്ത്യയുടെ അഭിമാനമായ അതെ, ശ്രീ മോഹൻലാലിനെ ഞാൻ കാണുന്നത് കുട്ടിക്കാലത്ത് തൊട്ടാണ്. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. മോഹൻലാൽ, പ്രിയദർശൻ, അശോകൻ, ശേഖർ, പിന്നെ അങ്ങനെ കുറെ കൂട്ടത്തിൽ സുരേഷ്, മേനക സുരേഷ്. അപ്പോൾ സുരേഷാണ് ഈ പ്രൊഡ്യൂസർ. പക്ഷെ കയ്യിൽ സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയൊക്കെ ഉണ്ട്. എങ്കിലും ഒരു സിനിമ എടുക്കണോ വേണ്ടേ എന്നുള്ള വീട്ടുകാർ പ്രശ്നമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് മോഹൻലാലിനെ കൊണ്ട് തിരനോട്ടം എന്നൊരു സിനിമ എടുപ്പിച്ചത്. മോഹൻലാലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ടാഗോർ സെന്റിനറി ഹാൾ ട്രിവാൻഡ്രത്ത്. അപ്പോൾ എല്ലാ കോളേജസിൽ നിന്നും നല്ല സുന്ദരന്മാരൊക്കെ അവിടെ വരും. അപ്പം ഞാൻ ആർട്സ് കോളേജ്, പുള്ളി MG കോളേജ്, പിന്നെ ഒരുപാട് കോളേജ് ഉണ്ടല്ലോ. അവിടെ നിന്നൊക്കെ എല്ലാവരും, ആരോവാനിസ് കോളേജ്, എല്ലാവരും വരും. ഞാൻ ആകെപ്പാടെ ഈ ഇരിക്കുന്ന പോലൊന്നുമല്ല, ഒരു ഇത്രയുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പിന്നൊരു സമയത്ത് ഞാൻ അതിനകത്തിട്ട് കാണിച്ചു തരാം. ഒരു കമ്പ്. പക്ഷെ എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും നല്ല ഇതാണ്. അപ്പോൾ എനിക്കിത് എന്ത് വേണേ ആരെ വേണേ പറയാം. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് വലിഞ്ഞാൽ മതി, അവർ കയറി ഫോർവേഡ് ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കഷ്ടകാലത്തിന് MG കോളേജിൽ നിന്ന് വന്ന ഒരു പെണ്ണിനെ കമന്റ് അടിച്ചു.
ഞാൻ വെറുതെ പറഞ്ഞു ഉള്ളത് എന്നൊക്കെ ചുമ്മാ. അല്ലാതെ നിങ്ങളെ ഉദ്ദേശിക്കുന്ന പോലെ ആര് സാറോന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഞാൻ ബലാത്സംഗം ചെയ്ത പോലെ സാറ് അങ്ങനെ കമന്റ് അടിക്കുന്നത് നമ്മള് കാണുന്നില്ലല്ലോ. സാർ അങ്ങനെ കമന്റ് അടിക്കൂലല്ലോ. അങ്ങനല്ല. കമന്റ് എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായ ഫ്ലർട്ടിംഗ് ഞാൻ പറയട്ടെ, അന്നത്തെ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ ദേ റിങ് റിങ് ഒരടി അടിച്ചാൽ ആ പെണ്ണിഞ്ഞ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഹാപ്പി. പിന്നെ ആ ദിവസം രാത്രി മുഴുവൻ സ്വപ്നങ്ങളും. ഇപ്പൊ എന്താണ്? ഒന്നുമില്ല, പടപടാന്ന് തീരെയല്ലേ. കാരണം ഒരു മെസ്സേജ് അയക്കുന്നു, അവിടെ നിന്ന് അയക്കുന്നു, 2 ദിവസം സ്നേഹമാവുന്ന, 3-ാമത്തെ ദിവസം അടിച്ച് തേച്ച് പോണു. ഇത് അങ്ങനല്ല. ഞാൻ അറിയാതെ ലാലിന്റെ ആ കോളേജിലുള്ളവരിന് കൊള്ളാട്ടാ എന്നൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞു. ഇത് ആരോ ചെന്ന് മോഹൻലാൽ എന്ന റെസ്ലറാണ് മറ്റേ MG കോളേജ് ചെന്ന് പറഞ്ഞു കൊടുത്തു, ഇത് ദേണ്ട ആ നരുന്തോലിരിക്കുന്ന ചെറുക്കനാണ് എന്ന് പറഞ്ഞു. പിന്നെ അറിഞ്ഞൊന്നും കൂടെ ഇയാള് പുറയുന്ന വന്ന് എന്നെ തൂക്കിയെടുത്തപ്പോ എന്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്ന് പിടിച്ചിട്ട് ഭയങ്കര ഇതൊക്കെ ആയി. അടിച്ചില്ല. അങ്ങനെ ഒരു കോംപ്രമൈസിലാണ് ഞാൻ ആദ്യമായിട്ട് മോഹൻലാലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ പിന്നെ കണ്ടത് തിരനോട്ടം എന്ന സിനിമയുടെ ഇതിനാണ്. പിന്നെ സ്ഥിരമായിട്ട് കാണലായി. പിന്നെ എന്താണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത ഒരു ദിവസം പോലും ഇല്ലാതായി. അങ്ങനെ ഓരോരുത്തരായിട്ട് പൊങ്ങി വന്നു. അതായത് സുരേഷ് കൂലി എന്നൊരു പടം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. പ്രിയൻ അന്ന് IV ശശിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കാഠ്മണ്ഡുവിൽ സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം, അതിന് എല്ലാവർക്കും സിനിമയോടുള്ള കമ്പമായിരുന്നു. അപ്പൊ ഇന്ത്യൻ കോഫി ഹൗസിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് മുഴുവൻ സിനിമയാണ്. ഞങ്ങൾക്ക് സിനിമയേ ഉള്ളൂ മനസ്സിൽ. അതിനിടയിൽ ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോയി MG സോമനെ വെച്ചിട്ട്, അഗ്നി നിലാവ് എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുതിയ പ്രിയനാണ്. കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് അതിനെ ബേസ് ചെയ്തിട്ട് ഒരെണ്ണമായിരുന്നു. അത് നടന്നില്ല. അങ്ങനെ മോഹങ്ങളുടെ കൂമ്പാരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പതുക്കെ 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 ഇതുവരെ എത്തി. ഇപ്പോഴും മോഹമാണ്, ആഗ്രഹമാണ്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ദ ട്രയോസ്, അതായത് പ്രിയദർശൻ, മോഹൻലാൽ, ഞങ്ങൾ ഇപ്പോഴും ഒരേ ബന്ധം കീപ്പ് ചെയ്യാണ്ട്. കാരണം ഒരിക്കലും പിണക്കാൻ പറ്റത്തില്ല. നടക്കില്ല മോനെ ദിനേശ. അടുത്തത് നമുക്ക് സോങ്സ് ഓഫ് ജോയ് റൗണ്ടിലേക്ക് പോവാം. പാടാൻ വരുന്നു അനഘ. So let's welcome അനഘ. ശാരദാംബരം ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ. ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ. പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ. ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ. ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ. എൻ മണിയറയ്ക്കുള്ളിലുള്ളൊരു നിർമ്മല രാഗസൗരഭം. എൻ മണിയറയ്ക്കുള്ളിലുള്ളൊരു നിർമ്മല രാഗസൗരഭം. ഇങ്ങു നിന്നു പോം മന്ദവായുവും അങ്ങു നിന്നരുളി എങ്ങോ. ശാരദാംബരം ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ഇന്നു രാത്രിയിലെങ്കിലും ഭവാൻ വന്നിടുമെന്നൊരാശയാൽ. ഇന്നു രാത്രിയിലെങ്കിലും ഭവാൻ വന്നിടുമെന്നൊരാശയാൽ. ഉൾപ്പുളകമാർന്നത്യുധാരമി പുഷ്പതൽപ്പം ഒരുക്കി ഞാൻ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. പ്രാണനായക താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പൂ ഞാൻ.
ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ അനഘ പറ എന്തിറ്റി? വയ്യ. ആ. പനിയാണോ? ആ. ഓക്കെ, ചോദിക്കാം. ചേച്ചി, അനക്കക്കുട്ടി, ചേച്ചി ശരിക്കും ഇപ്പൊ കണ്ടാല് പ്രണയവർണ്ണങ്ങളില് മഞ്ജു ചേച്ചി ആ കണ്ണടക്കിയിട്ട് കണ്ണട വെച്ച്. നിന്ന് പാടിയ പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു. സുന്ദരിയായിട്ടുണ്ട്. നല്ല ഉടുപ്പ്. എന്താണ്, റോസാപ്പൂ ഉണ്ടോ? ഒറിജിനലാണോ? അല്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കണ്ണടയൊക്കെ വെച്ച് കണ്ണട തിരിച്ച് കണ്ണിലോട്ട് വന്നു. അങ്ങനെ ഫൈനലി. ഇന്ന് എന്ത് പറ്റി? പനി 2 ദിവസമായി തുടങ്ങിയിട്ട്. ആഹാ. ഞാൻ ട്രിപ്പൊക്കെ ഇട്ടിരിക്കുവായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട്. ഷെടാ. ടെമ്പറേച്ചർ 104 ഉണ്ടായിരുന്നു ടെമ്പറേച്ചർ. ഇപ്പോഴും അങ്ങനെയാണോ നിക്കുന്നത്? ഇപ്പം ഇച്ചിരി കുറഞ്ഞു, പനി കുറവുണ്ട്. പക്ഷെ ജലദോഷവും ചുമയൊന്നും മാറിയിട്ടില്ല. വോയിസ് അടഞ്ഞിരിക്കുക. വോയിസ് അടഞ്ഞിരിക്കുന്നത് ഫീൽ ചെയ്തു. പക്ഷെ എന്നാലും ഒരു രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറയൂ. എന്ന് നിന്റെ മൊയ്തീൻ മൂവി രമേശ് നാരായണൻ സാറാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളൈ സാറ്. പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ സാറും ശില്പാരാജ് മാമും. എന്തായാലും മോളെ നല്ല നല്ല സോങ് സെലക്ഷൻ ആണ്. രമേശ് ജിയുടെ പാട്ടുകൾ എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് ഹിന്ദുസ്ഥാനി ശൈലിയിലുള്ള പാട്ടുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊരു നാടകഗാനം പോലെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു കോമ്പോസിഷനാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പാട്ട് പഠിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും മനസ്സിൽ ഞാൻ അദ്ദേഹത്തെ ഗുരുവിനെ പോലെയാണ് കരുതുന്നത്. എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് എന്ന് പറഞ്ഞ പാട്ടിനാണ്. അപ്പോൾ ഒരിക്കലും മറക്കാനാവില്ല. എനിക്ക് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ സാറിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. മോളെ എനിക്ക് തോന്നിയത് മോൾക്ക് കുറച്ചുകൂടി ഒരു ഓപ്പൺ, ഇപ്പം ഞാനതാണ് എഴുതിയത്, ഓപ്പൺ സിംഗിങ് ആവാമായിരുന്നു. കാരണം ഇത് ആ ഒരു സ്കെയിൽ മോൾക്ക് എളുപ്പത്തിൽ പാടാൻ പറ്റുമായിരുന്നു. പിന്നെ ഈ പനിയാണെന്ന് പറഞ്ഞത് കൊണ്ടും ഞാനത് എങ്ങനെയൊക്കെ മാറ്റി. അത് കീ ഹൈ കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് അധികം പറയാനും പറ്റില്ല. കാരണം ആ ഒരു പ്രോബ്ലം കാരണമാണ് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു തടസ്സം പോലെ തോന്നിയത്. മോൾക്ക് തന്നെ അതൊരു വിഷമമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ അതിനെ ആവർത്തിച്ച് പറയുന്നില്ല. എന്തായാലും നല്ല സോങ് തന്നെയാണ് മോൾ കൊണ്ടുവന്നത്. ഈ ഒരു അവസ്ഥയിലും ഇങ്ങനെയെങ്കിലും പാടാൻ പറ്റിയല്ലോ എന്ന് ഞാൻ സന്തോഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. എം ജി സർ. അനഘക്കുട്ടി, സർ എന്താ പറയാ, കാരണം 104 ഡിഗ്രി പനിയായിട്ട് അതെ, പിന്നെ അത് കഴിഞ്ഞു വന്ന് ഇത്രയെങ്കിലും പാടിയല്ലോ. അതെ, അത്രേ പറയാനുള്ളൂ. കാരണം നല്ലൊരു പാട്ട്. ഇത് പാടിയപ്പോൾ ഞാൻ ജയേട്ടനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. എന്തൊരു പാട്ടുകാരനായിരുന്നു. കാരണം ഒരു പ്രത്യേക ശബ്ദവും പ്രത്യേക സ്വഭാവമുള്ള ഒരു നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു ഗായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് മോൾ പാടിയത് നന്നായിരുന്നു കുറെ ഭാഗങ്ങൾ. എങ്കിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ നിർമ്മലരാഗം സൗരഭം എന്ന് പാടുന്നിടത്ത് വോയിസ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഫാൾസെറ്റോയിലോട്ട്. അത് അറിയാതെ ചെയ്യാൻ നോക്കണം. അത് പനിയായതുകൊണ്ടാണോ അതോ ആണല്ലേ? അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടാ പാടിയിരുന്നേ. ഓക്കെ. പിന്നെ വോയിസിന് സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ സുഖമില്ലാതെ നിന്ന് ഇങ്ങനെ കോമ്പറ്റീഷനിൽ പാടേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് വളരെ ദയനീയമാണ്. കാരണം ഇതിപ്പോൾ നമ്മുടെ ഒരു റിയാലിറ്റി ഷോ ആകുമ്പോൾ നമ്മൾ പങ്കെടുക്കാതിരിക്കാനും പറ്റില്ല, അല്ലേ? അപ്പോൾ വരാതിരിക്കാനും പറ്റത്തില്ല. ഇങ്ങനെ ഞങ്ങളെ ഒരു 10 കുറേ വർഷമായില്ല എണ്ണാച്ചി നമ്മളിത് കാണുന്നു, അല്ലേ? കുറേ വർഷം കൊണ്ട് ഇതുപോലെ പല കുട്ടികളും ശബ്ദമില്ലാതെ വന്ന് സ്റ്റേജിൽ വന്ന് കഷ്ടപ്പെടുന്ന കാണാറുണ്ട്. എന്തായാലും ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഈ ചാപ്റ്റർ അങ്ങ് മറക്കുക. നന്നായിരുന്നു. എന്നാൽ അസുഖത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലീവ് ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. അനഘ സർ കുഴപ്പമില്ലാതെ പാടി. താങ്ക് യു സർ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഈ ഒരു സംഭവം നമ്മുടെ ഫങ്ഷനിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിലല്ല നിൽക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ 100% നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ പനി, ഈ മൂക്കടപ്പ്, ജലദോഷം, തൊണ്ടയടപ്പ്, ഈ സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ഇപ്പം ഏത് സിംഗറാണെങ്കിലും നമുക്കൊരു 100% കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ട് നമ്മുടെ കൺട്രോൾ ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി നമുക്കും പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അവസാനമൊക്കെ ആയപ്പോഴേക്കും എനിക്കൊന്ന് തൊണ്ട ഡ്രൈ ആയി തോന്നുന്നു, അല്ലേ? സ്ക്രാച്ചൊക്കെ വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ശ്രുതി, അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ കൺട്രോളിലല്ല തൊണ്ടയെങ്കിൽ പിന്നെ നമുക്ക് അതിൽ ഒന്നും
ചെയ്യാൻ പറ്റില്ല. ഇനി അതിനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഈ ഷെഡ്യൂളിൽ നമുക്ക് ഈ സമയത്ത് പനി, ജലദോഷം, അൾട്ടിമേറ്റ്ലി മാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി സിംഗിങ് ബേസ് ചെയ്തിട്ടായിരിക്കും. നമുക്ക് ആ സമയത്ത് അയ്യോ കുട്ടിക്ക് സാറില്ല, ജലദോഷമല്ലേ, സാറില്ല, 9 മാർക്ക് കൊടുത്തേക്കാം എന്ന് നമുക്ക് ഒരു പരിധി വരെ മാത്രം തുടക്കത്തിലൊക്കെ നമുക്ക് ചെയ്യാനും പറ്റില്ല. ഇപ്പം ഈ ഓരോരോ സ്റ്റേജസ് നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ, താങ്ക് യു ഷാനിക. ശരത് സർ. അനഘ സർ. നന്നായിട്ട് പാടി അനഘ. താങ്ക് യു സർ. കാര്യം ഈ ഒരു അവസരത്തിൽ ഒരു വലിയ ഓടായിട്ട് തോന്നിയ ആ അനുപല്ലവി പാടിയപ്പോൾ ഒരു സസ്റ്റൈൻ ഒട്ടും ചേർന്നിട്ടില്ലായിരുന്നു ശ്രുതി. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും പാടിയില്ലേ, അത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും ഹെഡ് വോയിസ് നമുക്ക് അത് കൺട്രോൾ തുറന്നും പാടാൻ പറ്റത്തില്ല. രണ്ടും കെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ബാക്കിയൊക്കെ രസമായിട്ട് പാടി. പക്ഷേ ഈ ശ്വാസം ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യരുത്. അത് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇത് പറയുന്നത് ഒരു നല്ല പരിപാടിയല്ല, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ചിലതൊക്കെ ചേർത്ത് തന്നെ പാടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കോമ്പസിഷൻ്റെ ബ്യൂട്ടി കിട്ടുന്നത്. എല്ലാം നല്ല എനർജറ്റിക് ആയിട്ട് ഇവിടെ വന്ന് കിട്ടുക്കാച്ചി പെർഫോമൻസുകൾ തരണം ഞങ്ങൾക്ക്. അതാ വേണ്ടത് നമുക്ക്, കേട്ടോ. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല അനക്ക, കൂളായിട്ടിരിക്കും കേട്ടോ. യു ആർ ലുക്കിംഗ് ഗുഡ്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി, ഈ പെർഫോമൻസിന് 8 മാർക്ക്. താങ്ക് യു ചേച്ചി. ശരത് സർ. ഇത്രയൊക്കെ അസുഖം എങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതുകൊണ്ട് 8.2 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക. ഓക്കെ, കിടക്കുന്നു. യെസ്. ഇനി ഞാൻ തന്നെ പറഞ്ഞോളാം. താങ്ക് യു സർ. എന്തായാലും അസുഖമൊക്കെ ശരിയായി വരട്ടെ. ഗിവിംഗ് യു 8 മാർക്സ്. ഓക്കെ, സോ ടോട്ടൽ 24.2. താങ്ക് യു. ഓക്കേടാ, അപ്പൊ ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്കട്ടോ. നിപമഗ